കേരളത്തിൽ ഒരു ജില്ല വേണമെന്ന്, ഒരു സംസ്ഥാനം വേണമെന്ന് പറഞ്ഞില്ലേ മുസ്ലിം ലീഗ്? ഇവരുടെ മൊത്തം അജണ്ട അത് തന്നെയാണ്. മലബാർ സ്ഥാൻ ഒരു മലദ്വാർ സ്ഥാനാക്കി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? നാളെ ഇവര് രാജ്യം ചോദിക്കും, ഇന്നൊരു സംസ്ഥാനം ചോദിക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെ RSSുമായി ലീഗിന്റെ മതഭ്രാന്തിനെതിരെ പ്രതികരിക്കാൻ ഷഹീദ് ദൾ എന്നൊരു സംഘടന രൂപീകരിച്ചു. ഈ ലീഗിന്റെ മതഭ്രാന്തിനെതിരെ നല്ല രൂപത്തിൽ തിരിച്ചടിയുണ്ടായി എല്ലാ ഭാഗത്തും. അപ്പോൾ ഇവരുടെ ക്രൂരതകൾക്ക് ഇരയായത് ഹിന്ദുക്കളാണ്, സിഖുകാരാണ്. ഈ അഭയാർത്ഥികൾക്ക് സംരക്ഷണം നൽകാൻ ഈ മാസ്റ്റർ സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വരുന്നു. അതായത് എല്ലാ കാലത്തും ഇവർ ഈ ഭീകരതയിൽ ഈ രാജ്യത്തെ മുക്കിക്കുളിപ്പിച്ചിട്ടുണ്ട്. വീര സവർക്കറിനെ പോലെ ഹിന്ദു സമൂഹത്തെ സൈനികവൽക്കരിക്കുക എന്ന സ്വപ്നം താരാസിംഗിന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. സിഖ് സമാജത്തെ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരാൻ അദ്ദേഹവും പ്രോത്സാഹിപ്പിച്ചു. അതിന് പകരം ഇന്ത്യക്ക് വേണ്ടി പല ആവശ്യങ്ങളും പിൽക്കാലത്ത് നേടിയെടുക്കാമെന്നായിരുന്നു സവർക്കറെ പോലെ തന്നെ ഇദ്ദേഹവും കരുതിയിരുന്നത്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് സിഖുകാരെ ബ്രിട്ടീഷ് ആർമിയിൽ ചേർത്തു. അങ്ങനെ സിഖുകാർക്ക് സംവരണം നേടാനും കഴിഞ്ഞു. സവർക്കറുമായിട്ടും ഹിന്ദു മഹാസഭയുമായിട്ടും താരാസിംഗിന് ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു. സിഖ് ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതും അതിന്റെ ആദ്യത്തെ സെക്രട്ടറിയായും പിന്നീട് പലപ്പോഴും പ്രസിഡന്റും ഒക്കെ അദ്ദേഹത്തിന് സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാ കാലത്തും ഈ ഭരണവിഭാഗത്തിനെതിരെ ഒരു വിഭാഗം ആളുകൾ ശബ്ദമുയർത്തിയതുകൊണ്ടാണ് ഈ ജനാധിപത്യം ഇന്നിവിടെ നിലനിൽക്കുന്നത്. അതല്ല അവരുടെ കയ്യിൽ അധികാരമുള്ളത് കൊണ്ട് അവർക്ക് എന്തും സാധിക്കും, നമ്മൾ മിണ്ടണ്ട എന്നല്ല വിചാരിച്ചിരുന്നത്. ശബ്ദങ്ങൾ ഉണ്ടാകണം. ലാഹോറിലെ ചോര ചിന്തിയ പാകിസ്ഥാനിലെ പകലുകൾ ഓർക്കണം. മതഭ്രാന്തന്മാരായ പാകിസ്ഥാൻ മൊത്തം തന്നെയാണല്ലോ ഒരു കൂട്ടം പാകിസ്ഥാൻ അനുകൂലികൾ പഞ്ചാബ് അസംബ്ലിക്ക് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അവരെ എല്ലാം നിഷ്പ്രഭമാക്കി അവരുടെയൊക്കെ മുഖത്ത് നോക്കി സിഖ് ഗുരുക്കന്മാരുടെ പൗരുഷം ആവാഹിച്ച് ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മുദ്രാവാക്യം മുഴങ്ങുന്നു. കോടിക്കണക്കിന് ഭാരതീയരുടെ നാവുകളിൽ ആവർത്തിച്ചുയർത്തിയ ഒരു മുദ്രാവാക്യം. അതും പാകിസ്ഥാൻ വാദികൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ അവരെ നോക്കി മാസ്റ്റർ താരാസിംഗ് ഉറക്കിയ മുദ്രാവാക്യം മുഴക്കി, പാകിസ്ഥാൻ മുർദാബാദ്, പാകിസ്ഥാൻ മുർദാബാദ്. അത് പറയേണ്ടി വന്നു. അതാ ഞാൻ പറഞ്ഞത്, കനലുകളിലൂടെ ചവിട്ടി വന്ന മുൻ ചരിത്രകാരന്മാരുടെ സ്മരണകൾ ഈ രാജ്യത്ത് ഉറങ്ങിക്കിടപ്പുണ്ട്. അവരാരും ഈ അടിച്ചമർത്തലുകളെ ഭയപ്പെട്ട് പിന്മാറിയവരല്ല. ഈ ഭരണവർഗത്തിന്റെ ഭീകരതയെ സംബന്ധിച്ച് ശബ്ദിക്കാൻ സാധിക്കാതെ അടിച്ചമർത്തപ്പെടാൻ വേണ്ടി നിന്നുകൊടുത്തവരല്ല. ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ്, ഭരണഘടനയെ വ്യഭിചരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ്, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ കാർന്നു തിന്നാൻ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിനു വേണ്ടി ചോര ചിന്താൻ ജീവൻ കൊടുക്കാൻ തയ്യാറായ ഒരു വിഭാഗം ഈ രാജ്യത്തിന്റെ അമരക്കാരുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ രാജ്യം ഇപ്പോഴും ജനാധിപത്യപരമായി തന്നെ നിലനിൽക്കുന്നത്. ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യാൻ അനുവദിക്കാതെ ഒരു സ്വേച്ഛാധിപത്യത്തിനും പിടികൊടുക്കാതെ ഈ രാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് അവരാഗ്രഹിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്കിതിന് സാധിക്കുന്നത്. ഒരു പക്ഷേ ജനാധിപത്യം എന്താണ് എന്ന് മനസ്സിലാക്കി എനിക്കും നിങ്ങൾക്കും നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. എനിക്ക് ഈ ജനാധിപത്യത്തിന്റെ ഒരു ആളായി നിൽക്കാൻ, ഈ ഇന്ത്യൻ ജനതയുടെ ഭാഗമായി നിന്ന് സംസാരിക്കാൻ സാധിക്കുന്നത് അന്ന് അവര് സഹിച്ച ത്യാഗമാണ്. അന്ന് അവര് സഹിച്ച ത്യാഗമാണ്, അവര് കൊണ്ട വെയിലാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തണലുകൾ എന്ന് പറയുന്നത് പോലെ. സുബൈറിന് തീരെ അങ്ങോട്ട് സഹിക്കുന്നില്ല അല്ലെ? ഇത് സുബൈറിന്റെ വീട്ടിൽ ഞാൻ വന്നെന്നാ സുബൈർ വിചാരിച്ചിരിക്കുന്നത്? നീയൊക്കെ വീട്ടിൽ പോയിരുന്ന് റെസ്റ്റ് എടുക്കടാ, പോടാ. സവിത, നാളെ എന്താണ് ലാഹോറിൽ നീ പോയി പൊട്ടിത്തെറിക്കുവന്നോ? ഇരുമ്പ് നിക്കർ ഇടാൻ മറക്കരുത് കേട്ടോ. കാക്കാമാരുടെ കയ്യിൽ നിന്ന് സവിത ഒരു കാര്യം ചെയ്യും, ഒരു ഇരുമ്പ് നിക്കറും കൂടി വാങ്ങിച്ചോ. കാരണം കല്യാണ സാധനം പിന്നെ പൊട്ടിപ്പോകണ്ട, അവിടെ ഹൂറന്മാര് കാണും നിനക്ക് കേട്ടാ. ഓ
ഈ രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ വളച്ചൊടിക്കപ്പെട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മുമ്പുള്ള ആളുകൾ ഈ രാജ്യത്തോട് ചെയ്ത ക്രൂരത എന്തായിരുന്നു. എല്ലാ കാലത്തും കോൺഗ്രസ് ഇപ്പോഴും മുസ്ലിം പ്രീണന നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് ഈ രാജ്യം അവർക്കങ്ങ് എഴുതി കൊടുത്താലോ എന്ന് പോലും തോന്നുന്ന രൂപത്തിലേക്ക് ഈ നാടിനെ ഇവർ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത് പലപ്പോഴും ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ നമ്മളിൽ കുറച്ചാളുകളെങ്കിലും ബലിയാടായേ മതിയാകും. അപ്പോ അതിന്റെ മറ പറ്റി അന്നവരെന്തിനു വേണ്ടിയാണോ ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞത്, അന്നവരൊരു രാജ്യം ചോദിച്ചു. എന്നിട്ട് അവർ ഇന്ന് പറയുന്നു, അന്നവര് വിളിച്ച മുദ്രാവാക്യം ഇന്ന് നമ്മൾ ഓർമ്മിക്കുവാണ്, 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ. ശരി, ആ കത്തി അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചോ അല്ലേ? ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിക്കും. ഇത് ചില ആളുകൾക്ക് തീരെ അങ്ങോട്ട് സഹിക്കുന്നില്ല കേട്ടോ. അല്ല, ഇവരെയൊക്കെ ആര് വിളിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മുടെ രാജ്യം, അതാണ് ഏറ്റവും പ്രധാനം. രാഷ്ട്രീയം എന്തുമാകട്ടെ, അതിവിടുത്തെ വിഷയമല്ല. ഇവിടത്തെ കമ്മി ഭരണമായിരുന്നാലും ഈ മുസ്ലിം ഭീകരതയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ദിരാഗാന്ധിയും അത് തന്നെ ചെയ്തിട്ടുണ്ട്. 1973 ഒരു നിയമം കൊണ്ടുവരുന്നു. വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം നൽകണം. മുസ്ലിങ്ങൾ അതിനെ എതിർക്കുന്നു. ഉടനെ തന്നെ പിന്നീട് എഴുതി ചേർക്കേണ്ടി വരുന്നു, പ്രവാചക ചര്യ അനുസരിച്ചിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി. മാറ്റുവാണ്, ഭേദഗതി വരുത്തുവാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി. അപ്പോ അത് കോടതികളിൽ ന്യായീകരിക്കുവാണ്, വ്യാഖ്യാനിക്കുവാണ് ആ നിയമം. മതപരമായി എന്തെങ്കിലും നൽകിയാൽ മതി എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ വിവാഹമുക്തയായ സ്ത്രീക്ക് നൽകിയത്, പ്രവാചകൻ തൊലാക്ക് ചെയ്ത സ്ത്രീക്ക് നൽകിയത് ഒരു ഉറുമാലാണ്, ഒരു കഷ്ണം തുണി, കണ്ണീര് തുടയ്ക്കാൻ ഒരു കഷ്ണം തുണി. അതുകൊണ്ട് അത്രയും അങ്ങനെ എങ്ങാനും എന്തെങ്കിലും നൽകിയാ മതി എന്ന് വ്യാഖ്യാനം. ആലോചിച്ചാ മതി, മനസ്സിലാകും നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്. ഇവര് മുസ്ലിം ഭീകരതയെ താലോലിച്ച് ഈ രാജ്യത്തെ ഇന്ന് ഈ രൂപത്തിൽ എത്തിച്ചു. എന്തുകൊണ്ടാണ് അവർക്കൊരു മലദ്വാർ സംസ്ഥാനം ചോദിക്കുന്നതെന്ന് കണ്ടോ? എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദി ഒറ്റകക്ഷിയായി ജയിച്ചില്ലല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് കേറിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണി പുറകെ ഉണ്ടല്ലോ. ശരി, കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ അബ്ദുൽ നാസർ മദനി കേരളത്തിലെത്തിയില്ലേ? അതുപോലെ ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു കരാറില്ലാതിരിക്കില്ല. കാരണം ഇനിയും കോൺഗ്രസിന്റെ ഒരൊറ്റ ലക്ഷ്യം, പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഇന്ന് തീഹാർ ജയിലിലുണ്ട്. ഒരു പക്ഷേ അടുത്ത വരുന്ന കരാറ് അങ്ങനെ ആയിക്കൂടുന്നില്ല. ഞങ്ങൾ കയറിയാൽ മുഴുവൻ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെയും ഒരു 3 മണിക്ക് NIA അവരുടെ വീടുകളിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ഫ്ലൈറ്റിൽ കൊണ്ടുപോയതുപോലെ തിരിച്ചതേ സ്ഥാനത്ത് ഞങ്ങൾ പുഷ്പം പറിക്കുന്ന ലാഘവത്തോടെ, ഒരു കുഞ്ഞറിയാതെ, ഒരു മാധ്യമം അറിയാതെ അവിടെ കൊണ്ടുവന്ന് വെച്ച് തരാം. ഇതായിക്കൂടുന്നില്ല. ഇങ്ങനെ ഒരു രഹസ്യ അജണ്ട ഇവർക്കിടയിൽ ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഈ രാജ്യത്തിന്റെ കഴിഞ്ഞ ചരിത്രങ്ങൾ നമുക്കത് മനസ്സിലാക്കി തരുവാണ്. നമ്മളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ രാജ്യം മുമ്പ് ഭരിച്ച ആളുകൾ എങ്ങനെ